അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സ് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ വീഡിയോ 3-in-1 സീരീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻസ്, ബൈനോമിയൽ തിയറം, സീക്വൻസസ് ആൻഡ് സീരീസ്. ഈ 3 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ഒരു ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ബൈനോമിയൽ തിയറത്തിനകത്ത് എക്സ്പാൻഷൻ മാത്രം പഠിച്ചാൽ മതി, ജനറൽ ടേം പഠിക്കാനില്ല, ഡിലീറ്റഡ് ആയതുകൊണ്ട്. സീക്വൻസസ് ആൻഡ് സീരീസിനകത്ത് GP മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇതിനകത്ത് a+b⁴ ജനറൽ എക്സ്പാൻഷൻ മാത്രം പഠിച്ചാൽ മതി. സ്ട്രെയിറ്റ് ലൈൻസിനകത്താണ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുള്ളത്. സ്ട്രെയിറ്റ് ലൈൻസിനകത്ത് നമുക്ക് 2 കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. സ്ലോപ്പ് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റും പഠിക്കാനുണ്ട്, പിന്നെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ, പിന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻസിനകത്ത് വരുന്നത്. അവിടുന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ഫോർ വിച്ച് ദ പോയിന്റ്സ് x-1, x-1, 2, 1 ആൻഡ് 4, 5 ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കൊളീനിയർ എന്ന് പറഞ്ഞാൽ? ഒരേ ലൈനിൽ ഉള്ള പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ്, ഒരു സിംഗിൾ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ്സ് ലൈ ഓൺ എ സിംഗിൾ ലൈൻ ഈസ് കോൾഡ് കൊളീനിയർ പോയിന്റ്സ്. അപ്പോൾ കൊളീനിയർ ആണെങ്കിൽ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഒരിക്കലും മാറത്തില്ലല്ലോ. അപ്പോൾ ഈ പോയിന്റ് A, ഈ പോയിന്റ് B, ഈ പോയിന്റ് C ആണെന്ന് വിചാരിക്കുക. സ്ലോപ്പ് ഓഫ് AB എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് AB എന്ന് പറയുന്നത് തന്നെയായിരിക്കും സ്ലോപ്പ് ഓഫ് BC. കാരണം ലൈനിൻ്റെ ചരിവ് അഥവാ സ്ലോപ്പ് ഒരിക്കലും മാറത്തില്ല അല്ലേ. സ്ലോപ്പ് ഓഫ് AB തന്നെയാണ് സ്ലോപ്പ് ഓഫ് BC. സ്ലോപ്പ് ഓഫ് AB എന്ന് പറയുന്നത് എന്താണ്? 2 പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക? ഇഫ് യു ഹാവ് 2 പോയിന്റ്സ്, നമ്മുടെ കയ്യിൽ 2 പോയിന്റ്സ് ഉണ്ട്. ഒരു പോയിന്റ് x1, y1, അടുത്ത പോയിന്റ് x2, y2. ഇങ്ങനെ 2 പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ. സോ സ്ലോപ്പ് ഓഫ് AB എന്ത് വരും? സ്ലോപ്പ് ഓഫ് AB എന്ത് വരും? സ്ലോപ്പ് ഓഫ് AB ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് BC എന്ന് എഴുതാം. സ്ലോപ്പ് ഓഫ് BC, സ്ലോപ്പ് ഓഫ് AB എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1, 1 മൈനസ് 1 ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2 മൈനസ് x. BCയുടെ സ്ലോപ്പോ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യുക. 5 മൈനസ് 1 ബൈ 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. ഓക്കെ അല്ലേ. 5 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 5 മൈനസ് 1 എന്ന് പറയുന്നത് 4 ആണ്. 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. 4/2 എത്രയാണ്? 2 ആണ്. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1, 1 പ്ലസ് 1 2 ആണ്. ബൈ 2 മൈനസ് x ഈക്വൽ ടു 2 എന്ന് വരും. 2 ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് 1 ഈക്വൽ ടു 2 മൈനസ് x എന്ന് വരും. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ അല്ലേ. അവിടുന്ന് x ഈക്വൽ ടു 2 മൈനസ് 1 വരും ആൻസർ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 വരുമ്പോഴാണ് ഈ 3 പോയിന്റ്സ് എന്താവുന്നത്? കൊളീനിയർ ആയിട്ടുള്ള പോയിന്റ്സ് ആവുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ x ആക്സിസ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3 മൈനസ് 1 ആൻഡ് 4 മൈനസ് 2. അപ്പം നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്താണ്? m ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇഫ് തീറ്റ ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ് മെഷേർഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് അഥവാ m എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ആ തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എക്സ് ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർമെൻറ്റ് വരിക. അങ്ങനെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാം. ഈ പോയിന്റ് നമ്മൾ x1, y1 എന്ന് എടുക്കുന്നു, ഈ പോയിന്റ് x2, y2 എന്ന് എടുക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്താണ്? m ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. -2 മൈനസ് 1 ബൈ 4 മൈനസ് 3. -2 പ്ലസ് 1 ബൈ 4 മൈനസ് 3 1 ആണ്. -2 പ്ലസ് 1 എത്രയാണ്? -1 ആണ് ബൈ 1. -1 ബൈ 1 എന്ത് കിട്ടും? -1 കിട്ടും. അപ്പോൾ m ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി അല്ലേ. സോ അതായത് m എന്താണെന്ന് അറിയാം ഓൾറെഡി നമുക്ക്, ടാൻ തീറ്റ ആണെന്ന് അറിയാം. ഇപ്പോൾ ക്ലിയർലി നമുക്കൊരു കാര്യം മനസ്സിലായി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ എന്തെന്ന് വന്നു?
-1 എന്ന് വന്നു. അപ്പോൾ അവിടുന്ന് തീറ്റയാണ് ആ ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയാണ് അല്ലേ. ലൈൻ എക്സ് ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ആ തീറ്റ കണ്ടെത്താനാണ് ചോദ്യം. ഇപ്പോൾ ടാൻ തീറ്റ -1 ആകുമ്പോഴുള്ള തീറ്റ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. -1 ആണ് നമുക്ക് ആൻസർ വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ടാൻ നെഗറ്റീവ് ആകുന്നത് ഏത് ക്വാഡ്രൻ്റാണ്? ഇപ്പോൾ നോർമലി ടാൻ തീറ്റ 1 ആയിരുന്നെങ്കിൽ തീറ്റ 45 ആയിരുന്നു അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ ടാൻ നെഗറ്റീവ് ആവും അല്ലേ. ഇവിടെ ഓൾ പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ സൈൻ ആണ് പോസിറ്റീവ്, അവിടെ ടാൻ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു പൈ പ്ലസ് തീറ്റയാണ് ആൻസർ വരിക അല്ലേ. തീറ്റ എന്ന് പറയുന്നത് പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ 90 പ്ലസ് നോർമലി ടാനിന് വരുന്ന ആംഗിൾ നോക്കാം, മൈനസ് നോക്കണ്ട. ടാനിന് ഏത് ആംഗിളാണ് വരുന്നത്? 1 വരുന്നത് 45. അപ്പോൾ 90 + 45 ആണ് തീറ്റ എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നില്ലെങ്കിൽ 180 - 45 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 90 + 45 എന്ന് എടുക്കാം. രണ്ടും സെയിം ആൻസർ ആണ്. 135 വരും ആൻസർ അല്ലേ. 135 ഡിഗ്രിയാണ് ആംഗിൾ വരിക. ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3 - 1 ആൻഡ് 4 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 135 ഡിഗ്രിയാണ് ആൻസർ വരിക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചേക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രൂഫാണ്. 3 points H0, AB ആൻഡ് 0K ലൈ ഓൺ എ ലൈൻ. ഇപ്പോൾ ലൈ ഓൺ എ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കത് എന്താണെന്ന് പറയാം? ലൈ ഓൺ എ ലൈൻ എന്ന് പറഞ്ഞാൽ അത് കൊളീനിയർ പോയിന്റ്സ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാം. അങ്ങനെയാണെങ്കിൽ A/H + B/K = 1 ആണ് എന്ന് ഷോ ചെയ്യാനാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ H0, AB ആൻഡ് 0K ആർ ലൈ ഓൺ എ ലൈൻ. ലൈ ഓൺ എ ലൈൻ എന്ന് പറഞ്ഞാൽ കൊളീനിയർ പോയിന്റ്, അതായത് ഒരൊറ്റ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഈ പറയുന്ന H0യും AB-യും 0K-യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്, ഈ പോയിന്റ്സ് നമ്മൾ ABC എന്ന് എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് AB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം? സ്ലോപ്പ് ഓഫ് BCക്ക് ഈക്വൽ ആവണം അല്ലേ. സ്ലോപ്പ് ഓഫ് AB is equal to സ്ലോപ്പ് ഓഫ് AB is equal to സ്ലോപ്പ് ഓഫ് BC. സ്ലോപ്പ് ഓഫ് AB എന്ന് പറയുന്നത് എന്താണ്? B - 0/A - H. സ്ലോപ്പ് ഓഫ് BC എന്ന് പറഞ്ഞാൽ K - B/0 - A. ശരിയല്ലേ? സ്ലോപ്പ് എന്താണ്? രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ y2 - y1/x2 - x1. നമ്മുടെ കയ്യിൽ A എന്ന് പറയുന്ന പോയിന്റ് x1 y1, B എന്ന് പറയുന്ന പോയിന്റ് x2 y2 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ M എന്ന് പറയുന്ന സ്ലോപ്പ് എന്താണ്? y2 - y1 / x2 - x1 ആണ് സ്ലോപ്പ്. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് കാണിക്കണം? A/H + B/K = 1 ആണെന്ന് നമുക്ക് ഷോ ചെയ്ത് കാണിക്കണം. സോ അതായത് B/A - H = K - B/-A. നമുക്ക് ക്രോസ് ചെയ്യാം അല്ലേ. മൈനസ് ഇങ്ങോട്ട് വരും. -AB = A - H × K - B എന്ന് വരും. സോ -AB = ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? AK - AB -HK + BH അല്ലേ. ഇപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് -AB ക്യാൻസൽ ചെയ്യാം. -HK ഇപ്പുറം വരും. HK = AK + BH എന്ന് വരും. നമ്മുടെ റൈറ്റ് സൈഡ് 1 ആണ് ആക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി മൊത്തത്തിൽ HK കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. HK / HK = AK/HK + BH / HK. ക്ലിയർ ആണല്ലോ? എന്തൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? HK പോവും. ഇവിടെ നമുക്ക് Kയും Kയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് Hഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് ബാക്കി എന്താണ്? 1 = A/H + B/K. 1 = A/H + B/K. പ്രൂഫായല്ലോ. A/H + B/K = 1 ആണെന്ന് കാണിക്കാനായിരുന്നു ചോദ്യം. 1 = A/H + B/K എന്നുള്ള പ്രൂഫായി. ഇത് ഒരുപാട് പ്രാവശ്യം വന്ന ചോദ്യമാണ്. കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻസ്. താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം.
ഇത് 1 മാർക്കിൻ്റെ ഒരു സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് വേണം നമുക്ക്, പിന്നെ ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ് വേണം. എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസിനും എല്ലാ പോയിൻറ്റ്സിനും ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ ഇസ് ഈക്വൽ ടു 0 ആണ് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ ഓഫ് വൈ ആക്സിസോ? വൈ ആക്സിസിൻ്റെ പ്രത്യേകത എന്താണ്? വൈ ആക്സിസിൽ എല്ലായ്പ്പോഴും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0, എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ വൈ ഈക്വൽ ടു 0. അപ്പോൾ അത് 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ 3D വരുമ്പോൾ കോർഡിനേറ്റ് പ്ലെയിൻസ് സ്പേസിനെ എത്ര ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 8 ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് വിത്ത് സ്ലോപ്പ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പോയിന്റും സ്ലോപ്പും തന്നിട്ട്, പോയിന്റ് എന്ന് പറയുന്നത് -4 ആണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2 ആണ്. പോയിന്റും സ്ലോപ്പും തന്നിട്ട് നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയുന്ന ചോദ്യം. പോയിന്റ് സ്ലോപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് ഉപയോഗിക്കുക? പോയിന്റ് സ്ലോപ്പ് ഫോമാണ് ഉപയോഗിക്കുക അല്ലേ? പോയിന്റ് സ്ലോപ്പ് ഫോമാണ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുക. എന്താണ് പോയിന്റ് സ്ലോപ്പ് ഫോം? y മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്. സോ എം എന്ന് പറയുന്നതാണ് സ്ലോപ്പ്. ഇതാണ് നമ്മുടെ എക്സ് നോട്ട് വൈ നോട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് വരും? y മൈനസ് വൈ നോട്ട് ഈസ് 3 is equal to m ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 1/2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആരാണ്? -4. 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കാം. 1/2 ഇൻറ്റു എക്സ് പ്ലസ് 4 വരും. 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 2 ഇൻറ്റു വൈ മൈനസ് 3 is equal to എക്സ് പ്ലസ് 4 വരും. അതായത് 2y മൈനസ് 6 ഈക്വൽ ടു എക്സ് പ്ലസ് 4 വരും. ഓക്കെ, ഈ ടേംസ് എല്ലാം നമുക്ക് ഇപ്പുറം എടുക്കാം. പ്ലസ് എക്സ് ഇപ്പുറം വന്നാൽ -x, ഓൾറെഡി അവിടെ ഒരു +2y ഉണ്ട്, -6 ഉണ്ട്, -4 ഈക്വൽ ടു 0. അതായത് -x + 2y -10 ഈക്വൽ ടു 0. ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x - 2y + 10 ഈക്വൽ ടു 0 വരും ലൈനിൻ്റെ ഇക്വേഷൻ. x - 2y + 10 ഈക്വൽ ടു 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ പറയാവുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. y = mx ആയിരിക്കും അല്ലേ? y = mx ആയിരിക്കും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. y = mx. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കാം. പോയിന്റ് 0 0 സ്ലോപ്പ് m. y മൈനസ് വൈ നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് നമ്മുടെ എക്സ് നോട്ട് വൈ നോട്ട്. എം എന്ന് പറയുന്നത് സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ടും 0 ആണ്. അപ്പോൾ എന്ത് വരും? y = mx. അപ്പം ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? y = mx ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. വാട്ട് ഈസ് ദ ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ വിത്ത് സ്ലോപ്പ് m എന്ന് ചോദിച്ചാൽ y = mx ആണ് ലൈനിൻ്റെ ജനറൽ ആയിട്ട് വരുന്ന ഇക്വേഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ദാറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇൻ്റർസെപ്റ്റ്സ് ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 2 3. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യം. പാസ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇൻ്റർസെപ്റ്റ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ്സ് തരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് വെച്ചായിരിക്കും ചെയ്യുന്നത്? ഇൻ്റർസെപ്റ്റ് ഫോം വെച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യുന്നത് അല്ലേ? എന്താണ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്? x/a + y/b = 1 ആണ് ഇൻ്റർസെപ്റ്റ് ഫോം. എ എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ്, ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ്. അതായത് എക്സ് ആക്സിസിൽ ലൈൻ വന്ന് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് എ എന്ന് പറയുന്നത്, വൈ ആക്സിസിൽ ലൈൻ വന്ന് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളോട് ഇൻ്റർസെപ്റ്റുകൾ സെയിം ആണെന്നാണ് പറയുന്നത് അല്ലേ? a = b ആണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഡെഡ്യൂസ് ആവും? സാധാരണഗതിയിൽ ഇൻ്റർസെപ്റ്റ് ഫോം നമുക്കറിയാം, x/a + y/b = 1 ആണ്. a = b കൊടുത്താൽ
എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബിക്ക് പകരം എന്ത് കൊടുക്കാം, എ കൊടുക്കാം, ഈക്വൽ ടു 1. ഓക്കെ, അപ്പം എക്സ് പ്ലസ് വൈ ഹോൾ ബൈ എ എന്ന് വരും, ഈക്വൽ ടു 1. അവിടുന്ന് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ക്രോസ് ചെയ്താൽ എന്ത് വരും, എ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എ എന്ന് വരും. പിന്നെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ് ആ ക്ലൂ എന്ന് പറയുന്നത്? ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് വരുന്നുണ്ട് അല്ലേ. ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 2, 3 ആണ്. നമുക്കറിയാം പോയിന്റ് സാറ്റിസ്ഫൈ ലൈനാണ്. പോയിന്റ് സാറ്റിസ്ഫൈ ഇക്വേഷൻ ഓഫ് ലൈൻ. പോയിന്റ് ലൈൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ, അതായത് എക്സിന് പകരം പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് കൊടുക്കാം, വൈക്ക് പകരം നമുക്ക് പോയിന്റിലെ വൈ കോർഡിനേറ്റും കൊടുക്കാം. എക്സിന് പകരം പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 2, വൈക്ക് പകരം പോയിന്റിലെ വൈ കോർഡിനേറ്റ് കൊടുക്കാം 3. 2 + 3 ഇസ് ഈക്വൽ ടു എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കട്ടെ. അതായത് എ ഇസ് ഈക്വൽ ടു 3 × 2 5 അല്ലേ. എ ഇസ് ഈക്വൽ ടു 5 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ എയുടെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. ഈ എയുടെ വാല്യൂ നമ്മൾ ഇക്വേഷനിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്ക് പകരം 5 കൊടുക്കും. സോ ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 ആണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു എ ലൈൻ മീറ്റ്സ് ഇറ്റ് അറ്റ് ദ പോയിന്റ് -2, 9. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഒറിജിനിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ, ഇതാണ് ഒറിജിൻ. ഒറിജിനിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് -2, 9. അത് ഈ ഒരു ഡയറക്ഷൻ അല്ലല്ലോ കേട്ടോ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ല ഇത് വരിക. ചുമ്മാ ഒരു റഫ് സ്കെച്ച് കേട്ടോ. -2, 9 എന്ന് പറയുമ്പോൾ ഏകദേശം താഴോട്ടാണ് ലൈൻ വരിക അല്ലേ. മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലോട്ടാക്കി വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയല്ല വരിക, ശരിക്കും ഇങ്ങനെയല്ല വരിക. -2 എന്നുള്ള പോയിൻ്റ് ഏകദേശം ഇവിടെയാണ് വരിക. 9 എന്നുള്ള പോയിൻ്റ് ഏകദേശം താഴെയാണ്. അപ്പോൾ താഴോട്ടാണ് ലൈൻ വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഫിഗറിന് പ്രസക്തിയില്ല കേട്ടോ, ഫിഗറിന് പ്രസക്തിയില്ല. ജസ്റ്റ് ഒറിജിൻ 0, 0 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് കിട്ടും അല്ലേ. പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് കിട്ടും. പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ലൈനിൻ്റെ പോയിൻറ്റും സ്ലോപ്പും വെച്ചുകൊണ്ട് പോയിൻറ്റ് സ്ലോ ഫോം വെച്ച് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാം. പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് എന്താണ്? y2 - y1 ബൈ x2 - x1 ആണ്. ഇത് നമുക്ക് x1 y1 ആയിട്ട് എടുക്കാം, ഇത് x2 y2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9 - 0 ബൈ -2 - 0, 9 ബൈ -2, അതായത് -9/2 ആണ് സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൈനസ് കൊടുത്തിട്ട് ഇത് തിരിച്ചിട്ടാൽ മതി, അതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് കിട്ടും. അതായത് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. കാരണം അത് രണ്ടും പെർപെൻഡിക്കുലറാണ്. സ്ലോപ്പ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റെസിപ്രോക്കൽ. ഇഫ് 2 lines are perpendicular, then slope of one line is the negative reciprocal of the slope of the another line. 2 lines പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? മറ്റേ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് അല്ലേ, നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ്. സോ മൈനസ് ഇട്ടിട്ട് തിരിച്ചിടുക. -9/2 തിരിച്ചിടുമ്പോൾ 2/-9, മൈനസും വെട്ടാം. ആൻസർ എന്ത് വരും? 2/9 വരും. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി നമുക്ക്. 2/9 ആണ് സ്ലോപ്പ്. ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റും കിട്ടി. പാസ് ചെയ്യുന്ന പോയിന്റും സ്ലോപ്പും കിട്ടിക്കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? പോയിന്റ് സ്ലോ ഫോം ആണ്. y - y0 ഇസ് ഈക്വൽ ടു m × x - x0. y - y0 എന്താണ്? 9. m 2/9 ആണ്. ഇൻറ്റു x - x0 എത്രയാണ്? -2. ഓക്കെ, ക്രോസ് ചെയ്യുമ്പോൾ 9y - 81 ഇസ് ഈക്വൽ ടു 2x + 4 എന്ന് വരും. അവിടുന്ന് ഫൈനൽ ഇക്വേഷൻ എന്താണ്? 2x - 9y + 4 + 81 = 0. 2x - 9y + 85 = 0 ആണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. 2x - 9y + 85 = 0 is the equation of the required line. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കി വയ്ക്കുക.
അടുത്തത് ബൈനോമിയൽ തിയറത്തിൽ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാനുള്ള ഒരു സാധനം ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അത് മാത്രമാണ് ബൈനോമിയൽ തിയറത്തിലെ ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം a+b^n സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്താണ്? nc0 a⁻n പ്ലസ് nc1 a⁻n-1b പ്ലസ് nc2 a⁻n-2b² പ്ലസ് എക്സെട്ര പ്ലസ് ncn b⁻n. ഇതാണ് a+b^n ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ. ഇത് വെച്ചങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ 2x + y^5 എന്ന് പറയുമ്പോൾ എന്ത് വരും? nc0 5c0 a⁻n a എന്ന് പറയുന്നത് 2x n എന്ന് പറഞ്ഞാൽ 5 nc1 5c1 a⁻n-1 a എന്ന് പറഞ്ഞാൽ 2x 5ൽ നിന്ന് 1 കുറയ്ക്കുക. ശ്രദ്ധിക്കണേ, 5ൽ നിന്ന് 1 കുറയ്ക്കുക 4. അവിടെ b ഇൻട്രൊഡ്യൂസ് ആവും. b ആരാണ് ഇവിടെ? y ആണ്. y ഇൻട്രൊഡ്യൂസ് ആവും. nc2 5c2 2x ഇനി 2xൻ്റെ പവർ കുറച്ച് വരിക, വൈയുടെ പവർ കൂട്ടി പോവുക. 4 എന്നുള്ളത് 3 ആവും, y എന്നുള്ളത് y² ആവും. 5c3 2xൻ്റെ പവർ 3ൽ നിന്ന് കുറഞ്ഞ് 2 ആവും, വൈയുടെ പവർ 1 കൂടി 3 ആവും. 5c4 2xൻ്റെ പവർ 2ൽ നിന്ന് 1 കുറഞ്ഞ് 1 ആവും, വൈയുടെ പവർ 4 ആവും. 2xൻ്റെ പവർ 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ y മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ അവസാനിക്കുകയാണ് 5c5 ncnൽ അത് അവസാനിക്കും. 5c5 വൈയുടെ പവർ മാക്സിമത്തിലെത്തും y⁻5. ഓക്കെ, യെസ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 5c0യും 5c1ഉം 5c2ഉം 5c3യും 5c4ഉം 5c5ഉം കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും കേട്ടോ. ബാക്കി 2⁵, 2⁴. യെസ്, ഇത് ഒന്നുകൂടെ ഒന്ന് സിമ്പിളാക്കി ഇടാം. 5c0 എന്ന് പറഞ്ഞാൽ എന്താണ്? nc0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5c0 1 ആണ്. ബാക്കി ഇപ്പോൾ 2⁵ x⁵5 വരും. 5c1 5 ആണ് ഇൻറ്റു 2⁴ x⁴y. 5c2 എന്ന് പറഞ്ഞാൽ എന്തോ? 5c2 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ ചെയ്താൽ മതി നിങ്ങൾ. താഴെ 1 × 2 മുകളിൽ 5 × 4. ആൻസർ 10 വരും. 10 × 2³ × x³ × y². 5c3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5c3 എന്ന് പറഞ്ഞാൽ 5 × 4 × 3/1 × 2 × 3. 3യും 3യും ക്യാൻസൽ ആവും, ഇത് ക്യാൻസലായി. 5c3യും 10 തന്നെയാണ് വരുന്നത്. 10 × 2² × x² y³. 5c4 5 ആണ്. 5 × 2⁴ x⁴, 2⁴x മാത്രമേ ഉള്ളേ. 2⁴x y⁴. 5c5 1 ആണ്, ബാക്കി y⁵. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 2⁵ എന്ന് പറഞ്ഞാൽ 32 വരും. സോ 32 x⁵. 2⁴ എത്രയാണ്? 2⁴ എന്ന് പറഞ്ഞാൽ 2³ 8 ആണ്. 2⁴ 16. അപ്പോൾ 16 × 5 5 6 30 0 ശിഷ്ടം 3 6 3 8 80 വരും. 80 x⁴y പ്ലസ് 2³ 8 ആണ്. 8 × 10 80 x³ y² പ്ലസ് 2² 4 ആണ്. 4 × 10 40 x² y³ പ്ലസ് 2⁴ 16 ആണ്. 16 × 5 80 വരും. x y⁴ പ്ലസ് y⁵. ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുക. ശരിയാണോ എന്നൊന്ന് നോക്കാം. 32 x⁵ പ്ലസ് 80 x⁴y പ്ലസ് 80 x³ y² പ്ലസ് 40 x² y³ പ്ലസ് 10 x y⁴ പ്ലസ് y⁵ ആണ് ആൻസർ വരിക. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് ഉറപ്പായിട്ടും ഇവിടുന്ന് നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈസി ആയിട്ട് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ വരുള്ളൂ എക്സാമിന്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ജിയോമെട്രി പ്രോഗ്രഷനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ നമ്പേഴ്സ് 2/7 x -7/2 ആർ ഇൻ GP. നമുക്കറിയാം, ഇപ്പം ABC ആർ ഇൻ GP ആണെങ്കിൽ B = എന്തായിരിക്കും? √AC ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ 2/7 x -7/2 GPയിലാണ്. അങ്ങനെയാണ് x എന്ത് വരും? √AC
2/7 ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് നമ്മുടെ ഇപ്പുറത്തുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. -2/7 എക്സ് -7/2. അപ്പോൾ -2/7 ഇൻറ്റു -7/2 എന്ന് വരും. ശരിയല്ലേ? മൈനസ് ക്യാൻസൽ ആവും, 7 ക്യാൻസൽ ആവും, 2 ക്യാൻസൽ ആവും, √1 വരും. അത് +or-1 ആണ്. റൂട്ട് മൈനസ് എന്താണ്? +or-1 ആണ്. അത് തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3, 3 square, 3 cube, etc. are needed to give the sum 120? Very important question. Very important question. And one of the repeated question ആണ്. How many terms of the GP 3, 3 square, 3 cube, etc. are needed to give the sum 120? അപ്പോൾ നമുക്കറിയില്ല. നമുക്ക് SN is equal to എന്തെന്നങ്ങ് എടുക്കണം? SN is equal to 120 എന്നങ്ങ് എടുക്കണം. അപ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. കോമൺ റേഷ്യോ എന്താണ്? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ആണ് കോമൺ റേഷ്യോ. സെക്കൻഡ് ടേം 3 സ്ക്വയർ ആണ് ബൈ 3. 3 സ്ക്വയറിനെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 3 വരും. കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും ലെസ് ദാൻ 1 ആണെങ്കിലും രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഇക്വേഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ SN is equal to A into r⁻n−1/r−1 ആണ് ഇക്വേഷൻ. r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ SN is equal to A into 1-r⁻n/1 ആണ് ഇക്വേഷൻ. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഗ്രേറ്റർ ദാൻ 1ൻ്റെ കേസാണ്. ഇവിടെ കോമൺ റേഷ്യോ 3 ആണ്. അത് 1നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? A into r⁻n−1/r−1 is equal to 120 എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 3 ആണ്. 3⁻n−1/r−1 എന്ന് പറഞ്ഞാൽ 3 - 1 is equal to 120. So 3 into 3⁻n−1/3 - 2 ആണ് ഈക്വൽ ടു 120. സോ 2 നമുക്ക് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാം അല്ലേ? 3 into 3⁻n−1 ഈക്വൽ ടു 240 വരും. അവിടുന്ന് 3⁻n−1 is equal to 240/3. ഇവിടെ ഇൻറ്റു ചെയ്ത 3 ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3⁻n−1 ഈക്വൽ ടു 240/3 എത്രയാണ്? 80 അല്ലേ? അവിടുന്ന് 3⁻n is equal to 80 + 1 81. സോ 3⁻n is equal to 81. അപ്പോൾ 3 ഏത് നമ്പറാണ്? 81. 3 3 ആണ്. 3 സ്ക്വയർ 9 ആണ്. 3 ക്യൂബ് 27 ആണ്. 3 ആണ് 81 അല്ലേ? സോ അപ്പോൾ അവിടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. ബേസ് നമ്പേഴ്സ് ആയിട്ടുള്ള 3 സെയിം ആണ്. അപ്പോൾ പവറുകൾ സെയിം ആയേ പറ്റുള്ളൂ. Therefore n is equal to 4. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടേംസ് കൂട്ടുമ്പോഴാണ് നമുക്ക് 120 കിട്ടുന്നത്? 4 ടേംസ് കൂട്ടുമ്പോഴാണ് നമുക്ക് ആൻസർ എന്ത് വരിക? 120 വരിക. അപ്പോൾ n is equal to 4 എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 16. ഒരു GPയുടെ ആദ്യത്തെ 3 ടേംസ് കൂട്ടുന്നത് 16 ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം, AR സ്ക്വയർ ഇങ്ങനെ എടുക്കാം ടേംസ്. ഓക്കെ, ആദ്യത്തെ 3 ടേംസ് എന്ന് പറഞ്ഞാൽ A + AR + AR സ്ക്വയർ എന്ന് പറയുന്നത് 16, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് സം ഓഫ് ദ നെക്സ്റ്റ് 3 ടേംസ്, അടുത്ത 3 ടേംസ് എന്തായിരിക്കും? AR³ AR⁴ AR⁵. ഇത് കൂട്ടുന്നതാണ് 128. ഓക്കെ, യെസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യമേ 2നെ 1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് ചെയ്യാം. AR³ + AR⁴ + AR⁵ ബൈ A + AR + AR² ഈക്വൽ ടു 128/16. ന്യൂമറേറ്ററിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? ന്യൂമറേറ്ററിൽ നമുക്കൊരു AR³ തന്നെ പുറത്തെടുക്കാം. ബാക്കി 1 + R + R² വരും. ഡിനോമിനേറ്ററിൽ നമുക്കൊരു A പുറത്തെടുക്കാം. അപ്പോഴും 1 + R + R² വരും. ഓക്കെ, 128നെ 16 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് വരിക? 16 × 8 എത്ര നോക്കിയേ?
6 8 48 8 ശിഷ്ടം 4 8 4 12. സോ 8 ആണ് ആൻസർ വരിക. ഹരിക്കുമ്പോൾ 8 വരും. അപ്പോൾ നമുക്ക് ഈ 1 + r അങ്ങ് ക്യാൻസൽ ചെയ്യാം അല്ലേ. എയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ് വരിക? r³ = 8 വരും. ശരിയല്ലേ? r³ = 8. 8 എന്ന് പറഞ്ഞാൽ 2³ ആണ്. 8 എന്ന് പറഞ്ഞാൽ 2³ ആണ്. സോ r = 3 വരും. സോറി, r = 2. r = 2. ഇവിടെ പവേഴ്സ് സെയിം ആണ്. ബേസ് നമ്പേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ r = 2 ആണ് ആൻസർ വരിക. അപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഒരു ചോദ്യം എന്താണ്? കോമൺ റേഷ്യോ എന്താണെന്നായിരുന്നു ഒരു ചോദ്യം അല്ലേ. കോമൺ റേഷ്യോ എത്രയാണെന്ന് കിട്ടി? നമുക്ക് 2 ആണെന്ന് കിട്ടി. കോമൺ റേഷ്യോ കിട്ടി. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ടേം ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ടേം വേണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ലേക്ക് r കൊടുത്താൽ പോരെ. ഇക്വേഷൻ നമ്പർ 1ലേക്ക് r കൊടുക്കുമ്പോൾ എന്ത് വരും? a + ar എന്ന് പറഞ്ഞാൽ r 2 ആണ്. ഇപ്പോൾ 2a എന്ന് വരും. r 2 ആണ്. 2² 4a വരും = 16. 4 2 6 7a = 16 വരും. അവിടുന്ന് a = 16/7 ആണ് ആൻസർ വരിക. a = 16/7. ഇപ്പോൾ ഫസ്റ്റ് ടേമായി കോമൺ റേഷ്യോ ആയി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. സം ടു n ടേംസ് ചോദിക്കുന്നുണ്ട് അല്ലേ. സം ടു n ടേംസ് ചോദിക്കുന്നുണ്ട്. SNൻ്റെ ഇക്വേഷൻ എന്താണ്? ഇനി നിങ്ങൾ നോക്കുക. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ > 1 ആണ് അല്ലേ. r എന്ന് പറയുന്നത് > 1 ആണ്. അപ്പോൾ a × r⁻n - 1/r - 1 ആണ് ഇക്വേഷൻ. ഫസ്റ്റ് ടേം എത്രയാണ്? 16/7 കോമൺ റേഷ്യോ ഈസ് 2⁻n - 1 അല്ലേ. കോമൺ റേഷ്യോ 2 ആണ്. 2 - 1 2 - 1 1 ആണ്. അപ്പോൾ എന്ത് വരും? 16/7 × 2⁻n - 1 വരും ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് ഒന്ന് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. ഉറപ്പായിട്ടും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഓറിയൻറ്റഡ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ.